Hi dear students, welcome to Innovations Technical Institute. കേരള വാട്ടർ അതോറിറ്റിയിൽ ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ കേരള PSC വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേറ്റർ എന്ന ഈ ഒരു പോസ്റ്റിനെ കുറിച്ചും ഈ ഒരു ജോബിന് എത്രയാണ് സാലറി കിട്ടുക, ആർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിലേക്ക് ലാസ്റ്റ് നടന്ന PSC എക്സാമിൽ എത്ര പേർക്കാണ് സെലക്ഷൻ കിട്ടിയത്, പിന്നെ അതേപോലെ ഇനി വരാൻ പോകുന്ന ഓപ്പറേറ്റർ എക്സാമിനെ കുറിച്ചും ആ ഒരു എക്സാമിൻ്റെ സിലബസ് ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ പോസ്റ്റിൻ്റെ പേര് ഓപ്പറേറ്റർ. കേരള PSCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിൽ ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. 735/2025. ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ പറഞ്ഞു കേരള വാട്ടർ അതോറിറ്റി. സാലറി സ്കെയിൽ വരുന്നത് 27,200 to 73,600. വേക്കൻസി ഇനി വരാൻ പോകുന്ന വേക്കൻസിയിലോട്ടാണ് എക്സാം നടക്കുന്നത്. ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറിയിൽ 18 to 36 ഏജ് ലിമിറ്റ് വരുന്നത്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 4/2/2026. ഇനി ആർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാം. NTC in electrician or electrical, NTC in mechanical or mechanic motor vehicle, അല്ലെങ്കിൽ KGCE in electrical. അപ്പോൾ ITIയിൽ ഇതിലേതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചവർക്ക് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. ഇതാണ് ഈ ഒരു പോസ്റ്റിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. NTC എന്ന് പറഞ്ഞാൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ്. KGC എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ. ITIയിലെ കോഴ്സാണ്. അപ്പോൾ ITIയിൽ ഇതിലേതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഈ കോഴ്സിന് ഇക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ ആയിട്ട് വരുന്ന ഡിപ്ലോമ BTech പഠിച്ച സ്റ്റുഡൻസിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിപ്ലോമ അല്ലെങ്കിൽ BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും ഡിപ്ലോമ അല്ലെങ്കിൽ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കേരള PSCയുടെ വെബ്സൈറ്റിൽ ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിപ്ലോമ BTechക്കാർക്ക് ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇക്വലൻ്റ് ഓർ ഹയർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യണം. ഇപ്പോൾ പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പഠിച്ചവർക്ക് അതിൽ NTC ഇലക്ട്രിക്കലിന് ഹയർ ആയിട്ടോ അല്ലെങ്കിൽ NTC ഇലക്ട്രീഷ്യന് ഹയർ ആയിട്ടോ കൊടുക്കാം. പിന്നെ അതേപോലെ BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പഠിച്ചവർക്ക് KGCE ഇലക്ട്രിക്കലിന് ഹയർ ആയിട്ട് കൊടുക്കാം. ഇനി പോളിടെക്നിക് ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും അതേപോലെ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇക്വലൻ്റ് ഓർ ഹയർ എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ PSCയുടെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാണാം. അപ്പോൾ അത് വെച്ചിട്ട് പോളിടെക്നിക് ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ NTC മെക്കാനിക്കലിന് ഹയർ ആയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് NTC മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഇതിനും ഹയർ ആയിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളെ ഡിപ്ലോമ അല്ലെങ്കിൽ BTech ബ്രാഞ്ച് നോക്കിയിട്ട് ഇത് പ്രകാരം ഏതെങ്കിലും ഒരു ഹയർ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഒരു ജോബ് എവിടെയാണ് നമുക്ക് കിട്ടുക? കേരള വാട്ടർ അതോറിറ്റിയുടെ അണ്ടറിൽ കേരളത്തിൽ ഒരുപാട് പമ്പ് ഹൗസുകളുണ്ട്, അതേപോലെ പ്ലാന്റുകളുണ്ട്. അപ്പോൾ ഇവിടെയാണ് ജോബ് വരിക, പമ്പ് ഹൗസുകളിൽ അല്ലെങ്കിൽ പ്ലാന്റുകൾ. അപ്പോൾ അവിടെ മെയിനായിട്ട് വരുന്ന ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പിൻ്റെ ഓപ്പറേഷന്, മെയിൻ്റനൻസ്, പിന്നെ മെഷീനറി ചെക്ക് ചെയ്യുക, പിന്നെ പവർ ഫെയിലിയർ ഉണ്ടെങ്കിൽ KSEBയിൽ റിപ്പോർട്ട് ചെയ്യുക, ടേക്ക് ആൻഡ് റെക്കോർഡ് ഇലക്ട്രിക്കൽ മീറ്റർ റീഡിങ്സ്, മോണിറ്റർ വാട്ടർ ലെവൽസ് ഇൻ വെൽസ് ആൻഡ് ടാങ്ക്സ്, ചെക്ക് ഓയിൽ, ഗ്രീസ് എക്സെട്ര, എൻഷുർ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്, arrange cleaning of machinery and pump house, supervise workers or cleaners and ensure proper duty, keep pump house neat and clean, check pump cooling system, hand over charge properly after shift, operate distribution valves as per instruction to regulate water supply. ഇതൊക്കെയാണ് ജോബ് റോൾ വരിക. ഇത് ഓപ്പറേറ്ററായിട്ട് നമ്മൾ ഇന്നോവേഷനിൽ നേരത്തെ ഈ ഒരു PSC എക്സാമിന് കോച്ചിങ് എടുത്ത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞതിൽ കുറച്ച് പോയിന്റുകളാണ് ഇവിടെ പറഞ്ഞത്. വേറെയും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഒരു പമ്പ് ഓപ്പറേറ്ററിൻ്റെ ജോബ് റോൾ എന്ന് പറഞ്ഞാൽ. ഇനി ഇവിടെ പ്രൊമോഷൻ എടുത്തു കഴിഞ്ഞാൽ ഓപ്പറേറ്ററായിട്ട് കയറുന്ന ഒരാൾക്ക് ഹെഡ് ഓപ്പറേറ്ററായിട്ട് പ്രൊമോഷൻ കിട്ടും, പിന്നെ മെക്കാനിക്കൽ സൂപ്രണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഈ ഒരു പോസ്റ്റിലോട്ട് നടന്ന PSC എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ലാസ്റ്റ് നടന്നത് 2022 എക്സാം നടന്നത്, 4/2/2022. നോട്ടിഫിക്കേഷൻ വന്നത് 2020 കാറ്റഗറി നമ്പർ 211/2020. അത് കട്ട് ഓഫ് മാർക്ക് 44.67 ആണ്. PSCയുടെ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 100 ആണ്, 100 ആണ്. അപ്പോൾ 100ൽ 44.67 അതോ അതിൽ കൂടുതലുള്ളവരൊക്കെ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. അന്ന് വന്ന മാക്സിമം മാർക്ക് 82.33 ആണ്.
അപ്പോൾ ഇപ്പോൾ നിലവിൽ അന്ന് നടന്ന എക്സാമിൻ്റെ ലിസ്റ്റ് ഉണ്ട്. അത് ഫെബ്രുവരി ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേന് അത് ആ ലിസ്റ്റിൻ്റെ കാലാവധി തീരും. അപ്പോൾ അതിന് ശേഷം വരുന്ന വേക്കൻസിയിലോട്ടാണ് ഇപ്പോൾ എക്സാം വിളിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് കഴിഞ്ഞ മാസമാണ് 27/12/2025. ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് പോയിട്ടുള്ളത് 577 ആണ്. അപ്പോൾ ഒരുപാട് വേക്കൻസി ഉണ്ടായിരുന്നു, ഒരുപാട് പേർക്ക് ജോബ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ കാറ്റഗറിയിൽ 503 റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. EWS 582, ഈഴവ 507. അപ്പോൾ ഇവിടെ SC ST മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് കാണാം. ഇത് PSCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ലാസ്റ്റ് നടന്ന എക്സാമിൽ ഒരുപാട് പേർക്ക് ജോബ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഈ ഒരു പോസ്റ്റിലോട്ട് ഒരുപാട് വാക്കൻസികൾ വരാനുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ജോബ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഒരു എക്സാമിൻ്റെ സിലബസ് നോക്കാം. അപ്പോൾ സിലബസിൽ 2 പാർട്ടാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു 2 എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഇലക്ട്രിക്കൽ അതേപോലെ മെക്കാനിക്കൽ. അപ്പോൾ സിലബസിലും അങ്ങനെ തന്നെയാണ്. പകുതി ക്വസ്റ്റ്യൻസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നും പകുതി ക്വസ്റ്റ്യൻസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നാണ് വരിക. അപ്പോൾ അതിൽ 50 മാർക്കിന് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, 50 മാർക്കിന് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, 50 മാർക്കിന് ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇനി ഇലക്ട്രിക്കൽ എടുത്താൽ ഇതിൽ 10 മൊഡ്യൂൾ ഉണ്ട്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി 5 മാർക്ക്, രണ്ടാമത്തെ മൊഡ്യൂൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിസം 5 മാർക്ക്. അപ്പോൾ ഇതിൽ ഓരോ മൊഡ്യൂളിലെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് സിലബസ് ഉണ്ട്. കേരള PSCയുടെ വെബ്സൈറ്റിൽ സിലബസ് അവൈലബിൾ ആണ്. അതേപോലെ ഇന്നോവേഷൻസ് ലേണിംഗ് ആപ്പിൽ സിലബസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്നോവേഷൻസ് ക്ലാസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക ഡീറ്റെയിൽഡ് സിലബസ് പ്രകാരമായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് സിലബസ് കാണിക്കുന്നില്ല, ഓരോ മൊഡ്യൂളിൽ വരുന്ന മെയിൻ ടോപ്പിക്കുകൾ പറഞ്ഞു പോവാണ്. ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങൾക്ക് PSCയുടെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഇന്നോവേഷൻസ് ലേണിംഗ് ആപ്പിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാം. മൂന്നാമത്തെ മൊഡ്യൂൾ വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം. ഇലക്ട്രിക്കലിൽ മൂന്നാമത്തെ മൊഡ്യൂൾ ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം 5 മാർക്ക്. നാലാമത്തെ മൊഡ്യൂൾ മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് 5 മാർക്ക്. അഞ്ചാമത്തെ മൊഡ്യൂൾ സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ് ബാറ്ററീസ് ആൻഡ് സോളാർ സെൽ 5 മാർക്ക്. ആറാമത്തെ മൊഡ്യൂൾ വയറിംഗ് ആക്സസറീസ് 5 മാർക്ക്. 7th മൊഡ്യൂൾ DC മെഷീൻസ് 5 മാർക്ക്. 8th മൊഡ്യൂൾ AC മെഷീൻസ് 5 മാർക്ക്. 9th മൊഡ്യൂൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് 5 മാർക്ക്. 10ാമത്തെ മൊഡ്യൂൾ പവർ ഇലക്ട്രോണിക്സ് 5 മാർക്ക്. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ടോട്ടൽ 10 മൊഡ്യൂളാണ് പഠിക്കാനുള്ളത്. എല്ലാ മൊഡ്യൂളിൽ നിന്നും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ഉണ്ടാവുക. അങ്ങനെ 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് വരിക. ഇനി ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 5 മൊഡ്യൂൾ മാത്രമേ ഉള്ളൂ. ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്ക് വെച്ചിട്ടാണ്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ പമ്പ് ആൻഡ് ഫാസ്റ്റനിങ്സ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. സെക്കൻഡ് മൊഡ്യൂൾ IC എഞ്ചിൻ 10 മാർക്ക്. തേർഡ് മൊഡ്യൂൾ ബേസിക് ഇലക്ട്രിസിറ്റി 10 മാർക്ക്. ഫോർത്ത് മൊഡ്യൂൾ പവർ ട്രാൻസ്മിഷൻ 10 മാർക്ക്. ലാസ്റ്റ് മൊഡ്യൂൾ ഫ്ലൂയിഡ് വാൽവ്സ് 10 മാർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു PSC എക്സാമിൻ്റെ സിലബസ് വരിക. അപ്പോൾ ഇന്നോവേഷൻസ് ഈ ഒരു PSC എക്സാമിൻ്റെ കോച്ചിങ് ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നോവേഷൻസ് ലേണിംഗ് ആപ്പിലൂടെയാണ് നിങ്ങളെ പഠിപ്പിക്കുക. അപ്പോൾ അതിന് ടോട്ടൽ ഫീസ് വരുന്നത് 3500 ആണ്. ഇത് ഒരുമിച്ചോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ നിങ്ങൾക്ക് ആപ്പിലൂടെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾമെൻറ്റ് ഓപ്ഷൻ ആണെങ്കിൽ 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഫീ അടക്കാം. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നിങ്ങൾ ചേരുന്ന സമയത്ത് 2000, പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 1500. കോഴ്സിൻ്റെ വാലിഡിറ്റി അപ് ടു എക്സാം ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, പിന്നെ ടോപ്പിക് വൈസ് എക്സാം ഉണ്ടാവും, മൊഡ്യൂൾ വൈസ് എക്സാംസ്, മോഡൽ എക്സാംസ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്. പിന്നെ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഒരു പ്രിൻറ്റഡ് റാങ്ക് ഫയലും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇന്നോവേഷൻസ് ലേണിംഗ് ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ ഇന്നോവേഷൻസ് ലേണിംഗ് ആപ്പ് എന്നാണ് പേര്, ആപ്പ് സ്റ്റോറിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കോഴ്സ് കാണാം. അതിലത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, ഇൻസ്റ്റാൾമെൻറ്റ് ഓപ്ഷനും ഒരുമിച്ച് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം. ഇനി അഥവാ നിങ്ങൾ കോഴ്സ് എടുക്കുകയാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം. കോഴ്സ് എടുത്ത് പോയാൽ പോരാ, കാരണം നമുക്ക് ഈ ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഒരു ടൈം ടേബിൾ പ്രകാരമാണ്. അപ്പോൾ ആ ടൈം ടേബിൾ അനുസരിച്ച് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, ലൈവ് സെഷൻസ് ഉണ്ടാവും, എക്സാംസ് ഉണ്ടാവും. അപ്പോൾ അത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് നിങ്ങൾക്ക് ഓരോ മാസത്തെയും ടൈം ടേബിൾ തരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കോഴ്സ് എടുത്തവരും എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ഗ്രൂപ്പിൽ ടീച്ചേഴ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം. അപ്പോൾ കോഴ്സ് എടുക്കുന്നവർ വെറുതെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തത് പർച്ചേസ് ചെയ്ത് പോകരുത്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യണം, ഞാനിവിടെ നമ്പർ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് തരുന്ന ആ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഇപ്പോൾ ഇന്നോവേഷൻസ് 15 വർഷമായിട്ട് BTech ലാറ്ററൽ എൻട്രി ടെസ്റ്റിൻ്റെ കോച്ചിങ് ക്ലാസ്സുകൾ നടത്തി വരുന്നു. BTech ലെറ്റിൽ കേരളത്തിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്നോവേഷൻസ്.
2021 മുതൽ ഇന്നോവേഷൻസ് കേരള ടെക്നിക്കൽ PSCയുടെ കോച്ചിങ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൽ നമ്മൾ ആദ്യം നടത്തിയ ബാച്ചാണ് അന്നത്തെ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ. കുറച്ച് കുട്ടികളുള്ള ഒരു ബാച്ചായിരുന്നു. പക്ഷെ അതിൽ ഒരുപാട് പേർക്ക്, പകുതിയോളം പേർക്ക് ഓപ്പറേറ്റർ ജോബ് കിട്ടി. പിന്നെ അതിനുശേഷം നമ്മൾ കണ്ടക്ട് ചെയ്ത ടെക്നിക്കൽ PSC കോച്ചിങ്ങിലൊക്കെ നല്ല മികച്ച റിസൾട്ടാണുള്ളത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലോട്ടുള്ള കോച്ചിങ് ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ഒരു ടൈം ടേബിൾ ഇട്ട ഒരു ഓർഡറിലാണ് നിങ്ങൾ പഠിപ്പിക്കുക. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. പിന്നെ ബാക്കിയുള്ള പോസ്റ്റുകളെ പോലെയല്ല, ഇതിന് കൂടുതൽ വേക്കൻസി വരാൻ ചാൻസ് ഉള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കയറി, ഇപ്പോൾ ചില പോസ്റ്റിലൊക്കെ റാങ്ക് ലിസ്റ്റിൽ കയറിയാൽ മാത്രം പോരാ, 10 റാങ്കിൻ്റെ ഉള്ളിലൊക്കെ വരണം. ഇതിലാകുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടു, ലാസ്റ്റ് നടന്ന എക്സാമിന് ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ 503 റാങ്ക് വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ജോബ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇന്നോവേഷൻസിൻ്റെ കോച്ചിങ് ക്ലാസ് എടുക്കാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ചെയ്താൽ മതി. ഓക്കെ, താങ്ക്